ഇഫ് ഇറ്റ് കംസ് ടു കുവൈറ്റ് സെക്ടർ, കുവൈറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ പറയുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ എന്നൊക്കെ പറയുമ്പം ലെറ്റ്സ് അറൌണ്ട് 50,000-60,000 റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് പെർ മന്ത് ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് പെർ മന്ത് ദേ ക്യാൻ ഹാവ് ആക്ച്വലി. ഇഫ് ദേ ഗോ ടു എ മിഡിൽ ലെവൽ ആൻഡ് ഓൾ ഒരു 250,000-300,000 പെർ മന്ത്. ഒരു സീനിയർ ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 6 lakh to 7 lakh റുപ്പീസ് ലെവലിൽ സീനിയർ ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വിത്ത് ആൻ എക്സ്പീരിയൻസ് ഓഫ് 10 to 15. നമ്മുടെയൊക്കെ സ്റ്റാർട്ടിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 60,000-65,000 ആണ് നമ്മളെപ്പോഴും ബിഗിനേഴ്സിനെ നമ്മൾ അത്ര പ്രിഫർ ചെയ്യാറില്ല. കാരണം നമ്മൾ കോസ്മെറ്റോളജി ആകുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കസ്റ്റമേഴ്സാണ് വരിക, എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സാണ് വരിക. അവിടെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഹയർ ചെയ്യുമ്പം ഞാൻ ബേസിക്കലി ടു ബി ഓപ്പൺലി വിത്ത് യു, ഞാൻ എപ്പോഴും ഏവിയേഷൻ എന്നാണ് സാധാരണ റിസപ്ഷനിലേക്ക് സ്റ്റാഫിനെ എടുക്കാറ്. ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ആ ഒരു അയാട്ട ലെവലിൽ ട്രെയിനിങ് കഴിഞ്ഞ്, കാരണം അവർ ദേ വിൽ ബി വെൽ ഗ്രൂംഡ്. നമുക്ക് ഗ്രൂം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദേ നോ ഹൗ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് കസ്റ്റമർ. അപ്പം അത് സത്യത്തിൽ ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ വെരി ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. അലോങ് വിത്ത് ദ കോഴ്സ് വി ഹാവ് ടു ഗിവ് സം ഗ്രൂമിങ് സെഷൻസ്, സം ലൈവ് ഡെമോ സെഷൻസ് ആക്ച്വലി. ഞാനെപ്പോഴും നമ്മൾ ട്രെയിനിങ് സമയത്ത് നമ്മൾ ഡെമോ സെഷൻസ് കൊടുക്കും ശരി. ഇപ്പോൾ ഞാൻ ഫ്രാങ്ക്ഫിനിൽ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ അതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാങ്ക്ഫിൻ. കാരണം ഫ്രാങ്ക്ഫിൻ എൻ്റെ ഒരു നല്ലൊരു ക്ലയൻ്റായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് വി ഹാഡ് സം പേഷ്യൻസ്, വി ഹാഡ് സം ബൈസ്റ്റാൻഡേഴ്സ് ആൻഡ് എവറിത്തിങ്. And I told them, just observe them for another 2 to 3 hours, how they are mingling with the customers and all. അപ്പം ആ ഒരു ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. കാരണം തിയററ്റിക്കലി പഠിച്ചിട്ട് എക്സാം എഴുതി സർട്ടിഫിക്കറ്റും കൊണ്ട് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ പോസ്റ്റിലേക്ക് പോകുമ്പോൾ അവർ വിൽ ബി എ ട്രെയിനി. അവർക്കൊരു ഗ്രൂമിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡെമോ ഓപ്ഷൻ ഇല്ല. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എപ്പോഴും നല്ലത് ഒരു ഡെമോ സെഷൻസോ അല്ലെങ്കിൽ ഒരു ഗ്രൂമിങ് സെഷൻസോ ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും.